ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനും അമ്മ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാലോത്ത് തളിര് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിൽ എന്തൊക്കെയാണ് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കയറുന്ന ഒരു എൻട്രൻസ് ആണ് കേട്ടോ. ഇവിടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എൻട്രി ചാർജ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ 40 രൂപയാണ് കേട്ടോ. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഉള്ളവർക്ക് 20 രൂപയാണ് കേട്ടോ. എന്നാൽ പിന്നെ അമ്മൂട്ടി നമുക്ക് കയറിയാലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതായത് ഫാമിലി ആയിട്ട് ഒക്കെ വന്നിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫെസ്റ്റ് ആണ് കേട്ടോ. ഈ ഫെസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലവർ ഷോ ആണ് കേട്ടോ. നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതേപോലെ കുറേ ചെടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ ചെടീനെ ഇഷ്ടപ്പെടാത്തവരാരും തന്നെ ഇല്ലല്ലോ. എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ചെടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ ഷോയിൽ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് ലവ് എന്ന് വെച്ചിട്ടുള്ള ഒരു ആകൃതിയിൽ ഇവർ ഫ്ലവർ സെറ്റ് ചെയ്തേക്കുന്നത്. മീൻസ് ജമന്തിയാണ് കേട്ടോ. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഇത്ര ഒരു ഏരിയ നിറച്ചും ഫ്ലവറും കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. ഓരോരോ ഫ്ലവറൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കിടില്ല. ഇതാ റോസിനെ സ്നേഹിക്കുന്ന അമ്മമാർക്കൊക്കെ ഇതുപോലത്തെ ഇങ്ങനൊരു തോട്ടം കിട്ടും കേട്ടോ. ഇത് മേടിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ആരും ഇല്ലതാനും ചോദിക്കാനും. ഈ ഒരു തളിര് ഫെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേന് ഇതൊരു കാർഷിക ഒരു ഫെസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. കപ്പ നോക്കിക്കേ, എന്ത് വലിയ കപ്പയാണെന്ന്. ഇഞ്ചി കാച്ചിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാച്ചിലാണ് കേട്ടോ. അതുപോലെ തന്നെ എണ്ണപ്പന കാണാത്തവർക്ക് കണ്ടോ, ദാ എണ്ണപ്പനയുണ്ട്. ഇവിടെ ഒരു ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഈ ഫ്രൂട്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താണ്, സ്റ്റാർ ഫ്രൂട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്. ഐ തിങ്ക് ഇത് കറക്റ്റ് അറിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞുതരും കേട്ടോ. ഇതൊരു പക്ഷേ ഇന്നത്തെ തലമുറയിൽ എല്ലാവർക്കും അറിയണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് നര എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നരയും കൊണ്ടുള്ള ഉപകാരം എന്നാ? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ നര എന്ന് പറയുന്ന സംഭവം. നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള തലമുറയിലുള്ള നമ്മളെപ്പോലെ ഉള്ളവർക്കൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണാൻ പറ്റിയതും ഇത്രയും വലിയ കൃഷിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് തന്നെ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതാ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കൂടെ കാണാം കേട്ടോ. ഓലയും കൊണ്ട് മെയ്ത തൊപ്പിയാണ് സംഭവം. ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും എന്താ കൊട്ടയാണ്. പക്ഷെ ഇത് എങ്ങനെ എടുത്താലേ മനസ്സിലാവുള്ളൂ. ഇത് തൊപ്പിയാണ് കേട്ടോ. അടിപൊളി. ഒരു ഒന്നൊന്നര കാറ്റിലാണ് കേട്ടോ ഇത് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ സംഭവങ്ങളും, അതായത് ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യത്യസ്ത വലിപ്പം കൂടിയ കുറേ സംഭവങ്ങളാണൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ നീണ്ടിക്കാച്ചിൽ, മിൽക്ക് ഫ്രൂട്ട്, കരിമഞ്ഞൾ, അടുതാപ്പ്. ഒരുപാട് നാളായിട്ട് ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കച്ചോലം. ഇതിൻ്റെ എല്ലാം പേര് കറക്റ്റായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് എഴുതിയേക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അറിവും കൂടെയാണ് കേട്ടോ ഈ ഒരു ഫെസ്റ്റ് ശരിക്കും എനിക്ക് തോന്നിയത്. എല്ലാം കൂട്ടി ഇനി അതിനുശേഷം ഓരോ ഫ്രൂട്ടുകൾ കാണിക്കാം കേട്ടോ. അതെല്ലാം ഇവിടെ ആയിട്ടുള്ളത് വേണം കേട്ടോ. അതാ അമ്പഴങ്ങ കണ്ടില്ലേ, അമ്പഴങ്ങ. ഇത് എത്ര പേർക്ക് അറിയാം? ആനമഴയിൽ അമ്പഴങ്ങ എന്ന് പറഞ്ഞ അമ്പഴങ്ങയാണ്. മാങ്ങയും പേരൊക്കെയാണ് ഈ സൈഡിൽ മൊത്തം ഉള്ളത്. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും പറിക്കാനൊക്കെ തോന്നും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, പറിക്കല്ലേ എന്നുള്ളൊരു ബോർഡും കൂടെ. നമ്മളെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കണ്ടു, ഫ്ലവർ ഷോ ഒക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ചിരട്ട വെച്ചാക്കിയിട്ടുള്ള കുറേ ക്രാഫ്റ്റുകൾ നമ്മൾ കണ്ടു കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ എല്ലാം ആക്കി വെച്ചേക്കുന്നത്. ആനേനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിരട്ടയും കൂടെ. ഇത് അടിപൊളിയായിട്ടുണ്ട്. 350 രൂപ അതിൻ്റെ ക്രിയേറ്റിവിറ്റിക്കുള്ള റേറ്റാണ് കേട്ടോ. ചിരട്ടയും കൊണ്ട് തന്നെ നിലവിളക്കാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതും കൊള്ളാം. ഇവിടെ വന്നിട്ട് ഇനി ആനേനെയും പുലിനെയും ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞേക്കരുത്. ആനയുണ്ട്, പുലിയുണ്ട്, പിന്നെ കരടിയുണ്ട്. ഇവരുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ കേട്ടോ. കൊള്ളാം. ഇത് കരടിയാണോ? കരടിയാണോ എനിക്കറിയത്തില്ല. അതിന്റെ നടുക്കനായിട്ട് ഒരു കൊരങ്ങനെയും കാണാം കേട്ടോ. അതാ വളരെ ആക്ഷേപിക്കുന്നു വ്ളോഗിൽ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. തൊട്ടിലാട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഒരു ഈവനിങ് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് സ്റ്റാർട്ട് ആവുന്നത്. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണക്കിണറുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ കയറാനുള്ള റേറ്റ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ 80 രൂപയൊക്കെയാണ്. അങ്ങനെ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കയറണമെങ്കിൽ ഇത് ഇങ്ങനെ വട്ടത്തിൽ കിടക്കുന്ന സംഭവത്തിന് 70 രൂപ. ഇതിലൊക്കെ ഓണായി തുടങ്ങുന്ന ഒരു സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഈവനിങ് ആകുമ്പോഴത്തേനാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്റ്റേജ് ഷോസും ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ സ്റ്റാളുകളും ഉണ്ട് ഇവിടെ. ഒരു വെറൈറ്റി സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതാ ചക്കപ്പപ്പടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് എങ്ങനെയാ ചേച്ചി ഉണ്ടാക്കുന്നത്? ഓ, ഇത് കൽപ്പാത്തിന്നാ ചേച്ചിക്കുള്ള സ്ഥലം?
സ്ഥലം കാലിക്കറ്റാണ്. ഓക്കെ, ഇത് കൽപ്പാത്തിന്ന്, പാലക്കാട് കൽപ്പാത്തിന്ന് ഹോം മെയ്ഡ് ആക്കി ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ. ആ, ബാക്കി ചക്ക ഉണക്കി പൊടിച്ചിട്ട് അതിനകത്ത് അരിപ്പൊടി മിക്സ് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൽ റിയൽ വെജിറ്റബിൾസ് അരച്ച് ചേർക്കുന്നതാണ്. ഓക്കെ, ഓക്കെ. വേറെ കെമിക്കൽസ് ആയിട്ടോ കളറുകളായിട്ടോ ഒന്നും ചേർക്കുന്നില്ല. റിയൽ വെജിറ്റബിൾസ് തന്നെയാണ് ചേർക്കുന്നത്. ഉഴുന്ന്, കാരം, മൈദ അങ്ങനെയുള്ളതൊന്നും ആഡ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. ആ, വെറൈറ്റി ആണ് കേട്ടോ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഇതിനെങ്ങനെയാ ചേച്ചി റേറ്റ് എങ്ങനെയാ? 1/4 കിലോയുടെ പാക്കറ്റ് 100 രൂപയാണ്. 12 വെറൈറ്റി ഫ്ലേവറുകളുടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് ആക്കി വെക്കുന്ന പാക്കറ്റാണ്. ഓ, ഇങ്ങനെ ഒരു പാക്കറ്റ് ആണല്ലേ? 1/4 കിലോയുടെയാണ് 100 രൂപയാണ്. ഓക്കെ, ഓക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 90s കിഡ്സിനൊക്കെ ഒരുപാട് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരു സ്റ്റാളാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൊസ്റ്റാൾജിയോ പഴയകാല മുട്ടായികളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ പഴയ കാലത്തെ ആ മുട്ടായികളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനേ ഈ കരിപ്പെട്ടി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസിൽ കണ്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് കരിപ്പെട്ടി കേട്ടോ. അതുപോലെ തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ നല്ല ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബുദ്ധൻ്റെയും ശിവൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഹനുമാൻ്റെയും ഒക്കെ ഒരുപാട് ശില്പങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ ആരുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പതിയെ മൂവ് ആവുകയാണ്. ഈ ഒരു ഫ്ലവർ ഷോയുടെ ഈ നടുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം കാണാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് അങ്ങ് അവിടെ ഒരു പാറയിൽ ഒരു സംഭവത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും സൂക്ഷിച്ച് നോക്കിയാലാണ് മനസ്സിലാവുന്നത്. ഒരു ആനയും ആനയുടെ തുമ്പിക്കൈയും പിന്നെ അതുപോലെ ആ ഒരു ആനയുടെ മുൻവശമാണ് കേട്ടോ. ആ ചെവിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ വിചാരിക്കുകയല്ല ഇത് ആനയാണോ എന്ന്. ശരിക്കും ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേന് ശരിക്കും ഇതൊരു പാറയായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ തിരിച്ചു വന്ന് ശരിക്കും അമ്മ അത് പറഞ്ഞു തന്നപ്പോഴേ എനിക്കും മനസ്സിലായത് ഇതൊരു ആനയാണെന്ന് ഇപ്പം മനസ്സിലായത്. ഈ ഒരു ഫെസ്റ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിച്ചേക്കുന്നത്. ഇത് കൂടുതലുണ്ട്. ഇതിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെ എത്തുമ്പോഴത്തേന് പല പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയേക്കാം അല്ലേ? നൈറ്റ് വരുമ്പോഴായിരിക്കും ഒന്നും കൂടെ വൈബ്. പിന്നെ ഇത് മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ കൃഷികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ കൂടുതലായിട്ട് നല്ലൊരു ഫെസ്റ്റാണ്, അവർക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് കാണാൻ പറ്റും. എൻജോയ് ചെയ്യാനും പാർക്കും എല്ലാം ഉണ്ട് സൗകര്യം. അതെ, ഈ മാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ കാസർഗോഡുകാർക്കൊക്കെ അറിയാവുന്ന സ്ഥലമായിരിക്കാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇനി അതിന് പുറത്ത് ഇപ്പോൾ കാസർഗോഡിന് പുറത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാസർഗോഡിൽ നിന്നും ഏകദേശം ഒരുപാട് ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ് ഈ ഒരു മാലോ എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ ഇവിടുത്തെ ആളുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൃഷിക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ കൃഷിക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റ് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു തളിര് ഫെസ്റ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പം കണ്ടത്. കാസർഗോഡിലെ ഒരു മലയോര നാടാണ് മാലോം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്ക് ഈ ഒരു ഫെസ്റ്റ് ഒരു ഉത്സവം പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫെസ്റ്റിലൂടെ ഒരുപാട് അറിവും ഒരുപാട് എൻജോയ് ചെയ്യാനും ഇവർക്കൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പം എനിവേ ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അല്ല മുട്ടി കൂടെ തന്നെ ഉണ്ടാവുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.